അത് നാച്ചുറലി ബൈ ഇലക്ഷൻ എപ്പോഴും ഒരു തേർഡ് പാർട്ടിക്ക് എപ്പോഴും അത്ര വലിയൊരു പ്രതീക്ഷ ഇല്ലല്ലോ. അത് ഞങ്ങൾ നേരത്തെ തന്നെ ആ കാര്യം ആലോചിച്ചാണ്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടോ എന്ന് വരെ ആലോചിച്ചതാണ്. കാരണം ഇങ്ങനെ നമുക്കൊരു റിലവൻസ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോയിട്ട് മത്സരിക്കുന്നതിനെ കുറിച്ച് 2 ചർച്ചകൾ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഇലക്ഷന്റെ റിസൾട്ട് സ്വാഭാവികമായിട്ടും ഇതാണ് കേരളത്തിൽ ഇപ്പോൾ UDF അങ്ങനെ ഒരു നിങ്ങളിപ്പോ ഉണ്ടാക്കുന്നുണ്ട് ക്യാപ്റ്റൻ ഇപ്പോൾ ഉടനെ വെറുതെയാണ് സാർ. അത് ഇത് UDFന്റെ കയ്യിലുണ്ടായിരുന്ന വളരെ അവരുടെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു മണ്ഡലം. LDF ഇടക്കാലത്ത് ചില ഗിമ്മിക്കുകൾ ഉപയോഗിച്ച് ആ മണ്ഡലം പിടിച്ചെടുത്തു എന്നുള്ളൂ. BJPക്ക് ഒരു 25,000 വോട്ടുള്ള ഒരു മണ്ഡലത്തിലാണെങ്കിൽ നിങ്ങൾ ഈ ചോദിക്കുന്നതിനൊക്കെ അർത്ഥമുണ്ട്. ലോക്സഭയിൽ വോട്ട് കിട്ടും, പക്ഷേ അസംബ്ലിയിൽ എപ്പോഴും അവിടെ വോട്ട് കുറവുള്ള ഒരു മണ്ഡലം അല്ല. അതൊക്കെ ലോക്സഭയിൽ കിട്ടുന്നത് പോലെ നമുക്ക് അസംബ്ലി കിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അല്ലല്ല, അങ്ങനെയല്ല. അത് ഒന്നുമില്ല. അതായത് ഓൾ ഓപ്ഷൻസ് ആർ ഓപ്പൺ എന്നാണ് അന്ന് പറഞ്ഞത്. വേണമെങ്കിൽ മത്സരിക്കാം, അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കാം. അങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ലെന്ന്. അങ്ങനെയാണ് വോട്ട് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യില്ലല്ലോ. അങ്ങനെയല്ല. എന്താ പറയുന്നത്, ഇത് മാറ്റിവരച്ചത് എന്തായിരുന്നു? ഈ ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട്. ആന്റി ഇൻകംബൻസി ഇതുപോലെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല. അപ്പൊ ആന്റി ഇൻകംബൻസി ഇത്രയും ശക്തമാവുമ്പോ പ്രധാന പ്രതിപക്ഷത്തിന് അതിന്റെ സാധാരണഗതിയിൽ അതിന്റെ ഫുൾ ഷെയറും പോകേണ്ടത് അവർക്കാണ്. പക്ഷെ നിലമ്പൂരിൽ നമ്മൾ കണ്ടത് വലിയൊരു വിഭാഗം വോട്ടർമാർ ഇത്ര ശക്തമായിട്ടുള്ള പിണറായി വിജയൻ വിരുദ്ധ വികാരം ഉണ്ടായിട്ടും ഒരു UDF പെട്ടിയിലേക്ക് പോയിട്ടില്ല. അവിടെ തേർഡ് ഓൾട്ടർനേറ്റീവ് ആര് എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇത്ര ശക്തമായിട്ടുള്ള ജനവികാരം സർക്കാരിനെതിരെ നിൽക്കുമ്പോഴും ഫുൾ ചാമ്പ്യൻ ആവാൻ UDFന് കഴിഞ്ഞിട്ടില്ല. ഇനി ഒന്നുകൂടി, ഇപ്പോ നിങ്ങള് പ്രധാന മലയാള ചാനലുകളും രാഷ്ട്രീയ നിരീക്ഷകന്മാരെല്ലാം ഉണ്ടാക്കുന്നത് ഉടനെ ഇപ്പോൾ UDF സർക്കാർ വരുന്നുള്ളത് അതൊരു ശരിയായ വിലയിരുത്തലല്ല. LDFനും UDFനും എതിരായിട്ടുള്ള ഒരു വോയിസ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് നിലമ്പൂർ നിങ്ങൾ നോക്കണ്ട, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു 70-80 മണ്ഡലങ്ങളിൽ അതിന്റെ പ്രയോജനം നാച്ചുറലി BJPക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ നിലയിൽ ഞങ്ങളുടെ ഒരു ലോങ് ടേം ഒരു 8 മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു 10 മാസത്തേക്കുള്ള ഒരു റോഡ് മാപ്പും അതിനിടയിൽ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനെ എങ്ങനെ അതിന്റെ ഒരു ഫുൾ സ്റ്റെപ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷന് തയ്യാറാവണം എന്നുള്ളതാണ് താഴെ തലം വരെയുള്ള വർക്കേഴ്സിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്.